ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ നമ്മുടെ എല്ലാ സ്ട്രീമിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്റ്റേണൽ മൈക്രോഫോണാണ്. സോ ഇത് ടോണർ എന്നൊരു ബ്രാൻഡിൻ്റെ TD520S+ എന്ന് പറയുന്നൊരു USB XLR കണക്ടിവിറ്റി ഇരുന്നൊരു മൈക്രോഫോണാണ്. സോ നമ്മളിപ്പോൾ നമ്മുടെ എല്ലാ സ്ട്രീമിലും ഈ ഒരു മൈക്രോഫോണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് സ്ട്രീമൊക്കെ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്താൽ മതി. നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഇതിനുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് തുറന്ന് കാണിച്ചു തരാം ഗൈസ്. സോ നമ്മൾ ബോക്സ് തുറക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാക്കേജാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഒരു വലിയ പാക്കേജിൻ്റെ അകത്താണ് നമ്മുടെ മൈക്രോഫോൺ ഫിറ്റ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ബൂം ആം വരുന്നത്. സോ ഞാനൊരു കാര്യം പറയാം, ഈ ഒരു ബൂം ആം വരുന്നതുകൊണ്ടാണ് ഇതിന് TD520S+ എന്ന് പറയുന്നൊരു മോഡൽ വരുന്നത്. കാരണം പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ ആ ഒരു ബൂം ആമിനെയാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ടേബിൾ സ്റ്റാൻഡാണ്. അതിന് പകരം ഈ ഒരു ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലോ ഫോർമാറ്റ് ബൂം ആമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആ ബൂം ആം സെറ്റ് ചെയ്യാനുള്ള ക്ലാമ്പ്. ഇത് നമുക്ക് ടേബിളിലും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു യൂസർ മാനുവലാണ്. ഈ യൂസർ മാനുവലിൽ അങ്ങനെ അധികം ആരും യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതൊരു പ്ലഗ് ആൻഡ് പ്ലേ മൈക്രോഫോണാണ്, സോ അധികം പാടില്ല. പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു മൈക്രോഫോണിൻ്റെ കേബിൾ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ടൈ ആണ്. ഇതൊരു 4 പീസ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു 4 പീസ് ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു കേബിളൊക്കെ ഒന്ന് നീറ്റാക്കി വയ്ക്കാം. പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കേബിളാണ്, കണക്ട് ചെയ്യാനുള്ള കേബിൾ. ഇതെന്ന് പറയുമ്പോഴത്തേക്കും USB Type-C to Type-C ആണെങ്കിൽ ഈ ഒരു കണക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് Type-C to Type-C യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ Type-A to Type-C ആണ്. സോ ഞാൻ USB കണക്ഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു കേബിളും കൂടെ വരുന്നുണ്ട്. ആ കേബിൾ വന്നിട്ട് XLR കേബിളാണ്. സോ ഇതാണ് ആ കേബിൾ. XLR കേബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് USB കാണിയും ഹൈ ക്വാളിറ്റിയാണ്. ഇത് വഴി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതാണ് XLR കേബിൾ. ഇതിന് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഓഡിയോ ഇൻ്റർഫേസ് വേണം. അതുവഴിയേ നമുക്ക് ഈ ഒരു കേബിൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. സോ നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ ആവശ്യം വരും, ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. സാധാരണ ഒരു ബ്രാൻഡും അങ്ങനെ XLR കേബിൾ നമുക്ക് കൂടെ തരാറില്ല. അത്യാവശ്യം എമൗണ്ട് വരുന്നൊരു സാധനമാണത്. പക്ഷേ ടോണർ നമുക്ക് തന്നിട്ടുണ്ട്. എനിവേ അതൊരു അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ മെയിൻ ആൾ, ഇവനാണ് നമ്മുടെ ഹീറോ. അപ്പോൾ ഇതാണ് ആ ടോണറിൻ്റെ TD520S+. ഇത് നല്ല ഹെവിയാണ് കേട്ടോ. ഫുള്ളി മെറ്റൽ മെയ്ഡായിട്ടുള്ള ഒരു മൈക്കാണിത്. ഈ മേളിൽ കാണുന്ന സാധനമാണ് പോപ്പ് ഫിൽറ്റർ. നമ്മുടെ വിൻഡും പിന്നെ ആ ഒരു ഹൈ വോയിസൊക്കെ കട്ട് ചെയ്യും, നോയ്സൊക്കെ കട്ട് ചെയ്യാനുള്ള സാധനം. പിന്നെ നിങ്ങൾ കാണുന്ന ഈ ഒരു വൈറ്റ് റിങ് ഇല്ലേ, ഇതാണ് നമ്മുടെ ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള RGB ലൈറ്റ്. പിന്നെ വരെ നമ്മുടെ XLR കണക്ടിവിറ്റി, നമ്മുടെ LED അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച്, പിന്നെ നമ്മുടെ USB കണക്ടിവിറ്റി, പിന്നെ വരുന്ന നമ്മുടെ ഒരു 3.5mm ജാക്ക്. ഇതാണ് നമ്മുടെ ഓഡിയോ നമുക്ക് തന്നെ മോണിറ്റർ ചെയ്യാനുള്ളൊരു സംഗതിയാണിത്. പിന്നെന്ന് പറയുമ്പോൾ മൈക്ക് കാണാൻ തന്നെ നല്ലൊരു രസമാണ്, നല്ലൊരു അറ്റൻഷൻ സീക്കറാണ്. ഇപ്പോൾ നമ്മുടെ സ്ട്രീമിലായിരുന്നാലും. പിന്നെ ഈ ഒരു പഞ്ഞിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പോപ്പ് ഫിൽറ്റർ. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്കിലും ആ ഒരു എന്താ പറയുക, മൈക്രോഫോണിന് പ്രൊട്ടക്ഷനും കിട്ടും. പിന്നെ ഒരു വിൻ നോയ്സും കാര്യങ്ങളും കട്ട് ചെയ്യാനുള്ളതും അതും അങ്ങനത്തെ ഒരു ഹെൽപ്ഫുള്ളായിട്ടൊരു സാധനമാണ് ഈ പോപ്പ് ഫിൽറ്റർ. പിന്നെ ഇതാണ് നമ്മുടെ മൈക്രോഫോൺ. ഈ കാണുന്ന മെഷില്ലേ, ഒരു മെറ്റൽ, അതിൻ്റെ അതാണ് നമ്മുടെ മൈക്ക് സേഫായിട്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്ലസ് ബട്ടൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഡിയോ ഗെയിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനുള്ള ബട്ടൺസാണത്. മോഡ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇത് പ്ലസും മൈനസും യൂസ് ചെയ്ത് നമുക്ക് ഗെയിനും മോണിറ്ററിങ് വോളിയം എല്ലാം ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ ത്രെഡ്, നമ്മുടെ ബൂം ആമിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള ത്രെഡ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള ഗൈസ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 65 പൗണ്ടാണ്. ഞാനിത് UK നിന്നാണ് വാങ്ങിച്ചത്. സോ 65 പൗണ്ടാണ് ഇതിൻ്റെ പ്രൈസ്. ഇന്ത്യയിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ ഏകദേശം 19,000 രൂപയാവും. പക്ഷേ ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് എനിക്ക് പ്രൈസ് കുറവായിരുന്നു. 65 പൗണ്ട് എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്താലും ഒരു 9,000 രൂപയ്ക്ക് അകത്താവുന്നുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ, ഇന്ത്യൻ ആമസോണിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഏകദേശം 19,000 രൂപ അടുപ്പിച്ചുണ്ട്. സോ ഏകദേശം 10,000 രൂപ കൂടുതലാണ്. കാരണം ഇതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. നമ്മുടെ നാട്ടിൽ ഒരു യൂട്യൂബ് ചാനലും ഈ ഒരു മൈക്കിനെ പ്രസൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ഇന്ത്യൻ ചാനലും ഇല്ല. എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ആദ്യമായിട്ട് ഈ ഒരു മൈക്കിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ക്രെഡിറ്റ് കൂടെ ഞാൻ എടുക്കുകയാണ്. ഇതിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്തതിന് ശേഷമുള്ളൊരു വീഡിയോ ഞാൻ വയ്ക്കുന്നുണ്ട്. അത്
ആസ്പെക്ട് റേഷ്യോ പോർട്രേറ്റ് ആയതുകൊണ്ട് ആ രീതിയിൽ കാണാൻ പറ്റുള്ളൂ. സോ എൻജോയ് ഗൈസ്. സോ ഗൈസ്, നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമുള്ളൊരു വ്യൂ ഇങ്ങനെയാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം. പിന്നെ നിങ്ങളുടെ ഈ മൈക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ലൈവ് സ്ട്രീംസൊക്കെ പറ്റുമ്പോഴൊക്കെ ഒന്ന് കാണുക. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ബാക്കി ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. നല്ലൊരു മൈക്കാണ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഗെയിമിംഗ്.